ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യന്ദന ചന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ദിവസത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് പോലെ എടുത്തതാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് ഷോർട്സ് പോലും ഇടാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയേറെ ബിസി ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് തിയറി മാത്രമല്ല പ്രാക്ടിക്കലും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ അതിനായിട്ട് മെനക്കെട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിലും അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു. ഈ കോഴ്സ് പഠിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് വെക്കുന്ന വർക്കായാലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, എൻ്റെ മാക്സിമം അവിടെ കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താണോ ഞാൻ എന്നിൽ നിന്നും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് ഈ കോഴ്സ് ഞാൻ ചെയ്തിറങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേറെ ഹാപ്പിയാണ്. പിന്നെ കുറച്ച് നല്ല മെമ്മറീസും കുറച്ച് നല്ല കൂട്ടുകാരും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ വെളിയിൽ ബ്രേക്ക് ടൈമിൽ ഇറങ്ങി നിന്നിട്ട് കുറച്ച് നൃത്തക്കേടും കാര്യമൊക്കെ കാണിക്കുമായിരുന്നു. ദേവു, അച്ചു, ഗായു അവരൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട് കേട്ടോ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ റെപ്രസെൻറ്റ് ചെയ്തതെങ്കിൽ 2 പേർക്കാണ് സ്റ്റേജിൽ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ബാക്കി അത് കഴിഞ്ഞിട്ട് മിസ്സ് നമുക്ക് എല്ലാവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ ഉള്ളൂ. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഇപ്പം ഞങ്ങളിപ്പോൾ പിള്ളേരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഇനി എന്ന് കാണും എന്നറിയില്ല. അപ്പോൾ ആ ഒരു എന്താ ഫെയർവെൽ ടൈമിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരുമാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ മിസ്സ് വാണി മിസ് എന്നാണ് കേട്ടോ പേര്. നല്ല അടിപൊളി മിസ്സാടാ. എന്താ പറയണ്ടേ, നമുക്കൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഫീലാണ് മിസ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. ഭയങ്കര ജെന്യുവനാണ് മിസ്സ്. പിന്നെ ഇത് നമ്മുടെ ചേച്ചിമാരാണ്. വിസ്മയ എന്നാണ് കേട്ടോ പേര്. ചേച്ചി സൂപ്പറായിട്ട് വരും. പിന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുന്നത് മെറീന ചേച്ചിയാണ് കേട്ടോ. ഈ ചേച്ചി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ ഞാൻ ലീവ് എടുക്കുമ്പോൾ ചേച്ചിയാണ് എന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെക്കോർഡ് വെക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം മോളെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തന്നത് ചേച്ചിയാണ്. പിന്നെ നമ്മുടെ വിഷ്ണുപ്രിയ എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ വിഷ്ണു എന്ന് വിളിക്കും. പിന്നെ കുറേ ചേച്ചിമാരുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിലെ, എല്ലാവരും അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ലച്ചുവിനും അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി. അടുത്തത് എൻ്റെ ഊഴമാണ് ഗൈസ്. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് പോവാണ്. ഭയങ്കര സന്തോഷം. അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്കത് വൃത്തിക്ക് ചെയ്തിറങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്ത് വെച്ച വർക്ക്സൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിച്ചു തരട്ടെ. നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും അത്യാവശ്യം നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് എന്താ പറയുക, ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം കൈ. ഇവളാണ് കൂട്ടത്തിൽ ഏറ്റവും കുരുത്തക്കേട്. മിസ്സിനെ കഷ്ടമുണ്ട് കേട്ടോ. അവൾ കാല് തൊട്ടുവിടാനായിട്ട് അവളവിടെ കിടന്ന് എൻ്റെ പൊന്നെ ഗുസ്തിയായിരുന്നു. അയ്യോ മിസ് ചെയ്യുന്നടാ, എന്താണെന്നറിയാൻ വയ്യ. ഭയങ്കര ഒരു മിസ്സിങ് ഫീല്. ഇത് നമ്മുടെ സാറാണ് കേട്ടോ. ഞാൻ മിക്ക ദിവസവും ലേറ്റായിട്ട് ചെല്ലും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റായിട്ട് ചെല്ലും. അപ്പോഴത്തേക്ക് സാധാരണ വഴക്ക് പറയേണ്ടിയൊക്കെയാണ് സാർ ഇങ്ങനെ കയറിക്കോ മോളെ എന്ന് പറയും. ഒരു സാറാണ്. പിന്നെ നമ്മുടെ ഞങ്ങൾ മേഘം എന്നാണ് വിളിക്കുന്നത്. നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് വരയ്ക്കൊക്കെ ചെയ്യും കേട്ടോ ചേച്ചിമാർ. എല്ലാവരും വരയ്ക്കൂടാ, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ അടുത്ത സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരെ നമ്മുടെ സ്വന്തം ദേവു ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അവളെ കണ്ണും മതി ഞങ്ങളെല്ലാവരും പേടിപ്പിച്ച് നിർത്താനായിട്ട്. ഇനി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ അച്ചു. അവളൊരു കോമഡി താരമാണ് കേട്ടോ. ഭയങ്കര രസമാണ് അവളുടെ കൂടെ ഇരിക്കാനായിട്ട്. വിഷ്ണു, ലച്ചു, ഞാൻ, ഇവള്, ദേവു, പിന്നെ അച്ചു, പിന്നെ ഗായു, ഞങ്ങൾ ഇത്രയാണ് അവിടുത്തെ ഏറ്റവും കുരുത്തം കെട്ട പിള്ളേർ. പിന്നെ ഇത് ലക്ഷ്മി ചേച്ചി. അടിപൊളിയായിട്ട് ചെയ്യട്ടോ ചേച്ചിയൊക്കെ. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ ലൈറ്റിന് ഓപ്പോസിറ്റായിട്ട് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കളറിലേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇതിനകത്ത് ഒരു ചേച്ചിയില്ല. പുള്ളിക്കാരിക്ക് കോർട്ടിൽ ജോലി കിട്ടിയതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് മിസ്സിന് ഞങ്ങളൊരു കുഞ്ഞു ടോക്കൺ ഓഫ് ലവ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസ്സിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് ഗോൾഡൻ സ്റ്റഡ് മേടിച്ച് കൊടുത്തു എല്ലാവരും കൂടെ. മിസ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മിസ്സിന് സെക്കൻഡ് സ്റ്റഡൊക്കെ ഭയങ്കര ഇഷ്ടം. മിസ്സിൻ്റെ മുഖത്ത് കാണാൻ ഒരു ഹാപ്പിനെസ്സൊക്കെ. പിന്നെന്താ, ഞങ്ങൾ എല്ലാവരും അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മളെ പിരിയുന്നതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും ഓഫ് കോഴ്സ് ഉണ്ടാകുമല്ലോ, അതുണ്ടായിരുന്നു. ശരിക്കും മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഫുഡ് കഴിക്കാൻ പോകുമ്പം ഉള്ള കുറച്ച് കുരുത്തക്കേട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും ക്യാൻറ്റീനിൽ പോയി നമ്മളെല്ലാവരും കൂടി കട്ടൻ കുടിക്കും, ഫുഡ് കഴിക്കും. പിന്നെ ക്ലാസ്സിൽ ചില ദിവസമൊന്നും ഒരു പണി എടുക്കാൻ ചുമ്മാ അതങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യും കേട്ടോ. അതാണ്. പക്ഷെ എന്നാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മിസ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മിസ്സിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്സിനെ കിട്ടിയത്. കാരണം നമുക്കൊരു ഫ്രണ്ടിൻ്റെ വൈബാണ്. ഒരു ടീച്ചർ കുട്ടി അങ്ങനെയുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ഹോം ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പിരിയുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.